മാത്രമുള്ള അദ്ദേഹത്തിന്റെ മാത്രം അവകാശങ്ങളാണ് ആൾക്കാരെ പറ്റി അങ്ങനെയൊക്കെ പറയല്. അത് മൂപ്പര് പറഞ്ഞാൽ മതി, ബാക്കിയിടി. അതുകൊണ്ട് ആരെങ്കിലും ചപ്പി തുപ്പിയത് അത് വാരി അണ്ണാക്കിലിടാൻ ശ്രമിക്കരുതേ പൈസി എന്നാണ് ഈ സമയത്ത് വളരെ സ്നേഹത്തോടെ ഉപദേശിക്കാനുള്ളത്. അല്ലെ, കുറെ ഓടിയതല്ലേ ഇതൊക്കെ. ഇവിടെ ശ്രമിക്കരുതേ അനസ് മൗലവി എന്ന് നമുക്കും പറയാനുള്ളത്. ഇനി എന്താ പ്രശ്നം? ഒരാൾ ചോദിക്കാണ്ട് അഭൗതികാക്കി എന്താ പ്രശ്നം? അതുകൊണ്ട് ആക്കിക്കൂടെ? മുജാഹിദ് പ്രസ്ഥാനം ഒന്നായിക്കൂടെ? പ്രശ്നം എന്താ അറിയോ? തൗഹീദ് പൊളിയും. അപ്പൊ നിങ്ങൾ ശരിക്കും കേൾക്കുക, എവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇവർക്ക് പറ്റിയ അബദ്ധം? അഭൗതികം അഭൗതിക കഴിവ് അള്ളാഹ്ക്ക് മാത്രം, സൃഷ്ടികൾക്കാർക്കും അതില്ല. ഇനി സൃഷ്ടികൾക്ക് അഭൗതിക മാർഗത്തിലൂടെ രക്ഷിക്കാനും സഹായിക്കാനും ഒക്കെ കഴിയുമെന്ന് വിശ്വസിച്ചാലോ? ഇത് കെ.എം. മൗലവിയുടെ ജീവചരിത്രം, കെ മുഹമ്മദ് അബ്ദുൽ കരീം എഴുതിയത്. ഇതിന്റെ അവതാരിക നമ്മുടെ പരിഭാഷ എഴുതിയ പി.കെ. മൂസ മൗലവി. അതിൽ അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്. അപ്പോൾ അഭൗതിക മാർഗങ്ങളിലൂടെ സൃഷ്ടികൾക്ക് ഗുണമോ ദോഷമോ വരുത്തി തീർക്കുവാൻ ആർക്കെങ്കിലും ഏതെങ്കിലും വിധേന സാധിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വിചാരവും ആ വിശ്വാസവും പ്രവർത്തികളും തൗഹീദിനെതിരായി ഭവിക്കുന്നു, അല്ലെങ്കിൽ ശിർക്കായി തീരുന്നു. മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചവൻ മാത്രമല്ല ശിർക്കിൽ എത്തിപ്പെട്ടത്. അതല്ലെങ്കിൽ മുഹീദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഖബറിങ്ങൽ പോയവൻ മാത്രമല്ല ശിർക്കിലെത്തിപ്പെട്ടത്. മറിച്ച് ഈ മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നൊരാൾ ചിന്തിക്കാണ്, മുഹീദ്ദീൻ ശൈഖിനെ രക്ഷിക്കും, മുഹീദ്ദീൻ ശൈഖിനെ സഹായിക്കും. ആ സഹായം അഭൗതികമായ സഹായമാണ്, അള്ളാഹ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന സഹായാണ്, സൃഷ്ടികൾക്ക് ചെയ്യാൻ പറ്റാത്ത സഹായാണ്. അങ്ങനെ ഒരാൾ ഉപദ്രവിക്കും, ഒരാൾ സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ വിശ്വാസം തന്നെ ശിർക്കാണ്. ജനങ്ങളെ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ നുശ്രിക ബിക ബിമാ ലാ അഅലം, എനിക്ക് അറിയാത്ത ശിർക്കിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്ന ഹദീസ് എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. എത്ര ആളുകൾ ശിർക്കിലേക്ക് പോയി, അല്ലെങ്കിൽ ആ വിശ്വാസത്തിലേക്ക് എത്തിപ്പെട്ടു, അറിഞ്ഞോ അറിയാതെ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എത്തിപ്പെട്ടു. ഇതാണ് സുഹൃത്തുക്കളെ മർമ്മം. അബ്ദുറഹ്മാൻ സലഫി സമ്മേളനത്തിൽ മാത്രമല്ല ജിന്നിന്റെ കഴിവ് അഭൗതിക എന്ന് പറഞ്ഞേ, കേട്ടോളിങ്ങള് അദ്ദേഹം വീണ്ടും പറയണത്, ആ ജിന്നിന്റെ കഴിവ് അദൃശ്യമായ കഴിവാണ്, അഭൗതികമായ കഴിവാണ്. അതുകൊണ്ട് അദൃശ്യമായ ജിന്നിനോട് ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് അദൃശ്യമായ രീതിയിലുള്ള ചോദ്യമാണ്, അഭൗതികമായ രീതിയിലുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നതും ശിർക്കാണ്, ശിർക്കാണ്, ശിർക്കാണ് എന്ന് പറയുന്നത്. ഇത് സംശയിക്കണ്ട, ന്യായീകരിക്കാൻ പോകണ്ട. മനസ്സിലായില്ല എന്താ ശിർക്കാന്ന് പറയണേ? മൂപ്പര് പ്രയാസപ്പെട്ട് ശിർക്കാക്കിയതാണ്ട് ശിർക്ക് പറഞ്ഞുകാണ്ടാക്കുക. അപ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ? ഖുറാഫാത്തക്ക് പോയത് ഞങ്ങളല്ല, നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരെ പ്രസംഗം അടുത്തത് ഇടാൻ പോണേ. അതിൽ ജിന്ന് എന്താണ് മലക്ക് എന്താണെന്നൊക്കെ നിങ്ങൾ നോക്കിക്കോളി. മൂപ്പര് ഭൗതികം എന്നാണോ പറയണത് അഭൗതികം എന്നാണോ പറയണത് എന്ന് നിങ്ങൾ കേട്ടോളി. അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്. അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരായത്തും തെളിയിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ദഹീർ, അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്, സാധാരണമല്ല, അസാധാരണമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്, ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. കേട്ടല്ലോ. അപ്പൊ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ അതേ അഭിപ്രായമാണ് ഈ വിഷയത്തിൽ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരും പറഞ്ഞത്. അതാണ് സമസ്തക്കാർക്കുള്ള എന്താണ് ഏണിയാണിത് എന്ന് ഞങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ പറയരുതേ എന്ന് പറഞ്ഞ് തൗഹീദ് നമ്മൾ പഠിപ്പിച്ചത് പൊളിയെന്ന് പറഞ്ഞത്. ഇപ്പൊ എന്താ സംഭവിച്ചത്? ശിർക്ക് ജീവിതത്തിലേക്ക് വരുമ്പോ ശിർക്കുള്ളവർക്കുള്ള എല്ലാ സ്വഭാവവും വരും ഉണ്ടല്ലോ. ഇമാമത്തൊന്ന് പിടിച്ചു വലിച്ചിടുക, സലാം പറയാതിരിക്കുക. അനസ് മൗലവിന്റെ പ്രസംഗം കഴിഞ്ഞ് എടത്തനാട്ടുകര കോട്ടപ്പള്ളിയിൽ ബസ് ഇറങ്ങുന്ന ആളോട് അബ്ദുൽ സലഫി അസ്സലാം അലൈക്കും, അതൊക്കെ വേണപ്പോ. ഏത് സലാമേ? എന്താടാ ഇജ്ജു അസ്റഫൊക്കെ കാഫറന്നല്ലേ? ആരാ നമ്മളോട് സലാം പറയാത്തത്? ഞങ്ങളെ നാട്ടിലെ രണ്ട് സുഹൃത്തുക്കൾ ഇങ്ങനെ എന്നും അങ്ങോട്ട് നടക്കും. അപ്പൊ എന്നൊരു മുസ്ലിയാർ ഇങ്ങോട്ട് വരും.
എന്നും സലാം പറയും, മുസ്ലിയാര് എന്ത് ചെയ്യൂല, സലാം അടക്കൂല. ഒരു ദിവസം ഒരു പ്ലാൻ ചെയ്തിട്ട് പറഞ്ഞു നമസ്കാരം. അതോടുകൂടി അടുത്ത ദിവസം മുതൽ സലാം അടക്കൽ തുടങ്ങി. ആരാ? സമസ്തക്കാര സ്വഭാവല്ലേ. സമസ്തക്കാർ പറഞ്ഞ സാധാരണക്കാരെ പറ്റിയല്ലേ ഞാൻ പറയുന്നത്. ഉസ്താദുമാര് പറഞ്ഞു പറ്റിക്കുമ്പോ സാധാരണക്കാർ അങ്ങനെ ആണുണ്ട്. 2 പരിപാടി മുടക്കുക. ആരെ പരിപാടിയാ? പ്രോഫ്കോൺ മുടക്കാൻ 1.5 ആഴ്ചയല്ലേ ഈത്തിക്കാഫിരുന്നേ. ഏതോ ഒരു ബാലവേദി കുട്ടി ചോദിച്ചു, അല്ല ഈത്തിക്കാഫ് ഇപ്പൊ പോലീസ് സ്റ്റേഷനിലാണെന്നുള്ള വല്ല ഹദീസുണ്ടോ? കാരണം അഹമ്മദ് അലി മദനി, CC സലീം ചാലിയം, ഇവിടെയുള്ള മൊത്തം പള്ളി പൂട്ടാൻ നടക്കുന്ന രാജേരി, ഇവരെല്ലാരും കൂടി അവിടെ ഞങ്ങൾ അവിടെ പന്തലിന്റെ പണി, ഭയങ്കര തിരക്ക്. ക്യാമ്പസിലെ കുട്ടികള് വെള്ളടിച്ച് റൗണ്ട് അടിച്ചിരിക്കണോനെ ഇന്ന് കണ്ടിട്ട് കാര്യമില്ല, നാളെ പോയി കാണാം. വെള്ളം ഇറങ്ങിന്റെ ശേഷം എന്നിട്ട് ഓനെ പിടിച്ചോണ്ടിരിക അല്ലെ. ഇങ്ങനെ നടക്കണ പരിപാടി മുടക്കാനേ TP അബ്ദുൽ മദനി പ്രഖ്യാപിക്കുന്നു. ബാക്കിയുള്ളവർ MM അക്ബർ ആഹ്വാനം നടത്തുന്നു. എന്നിട്ടോ എല്ലാരും കൂടി ഇറങ്ങുന്നു. ഞങ്ങളെ കൈകൊണ്ടല്ല, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് പടച്ച റബ്ബിനറിയാം എന്താണ് ഞങ്ങളെ ഉദ്ദേശശുദ്ധി. നടന്നല്ലോ. അവസാനം കമാൻഡന്റിന്റെ മുന്നിൽ എന്താ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷന്റെ കടലാസം കൊണ്ട് കമാൻഡന്റ് അതിന്റെ ഏറ്റവും അടിയിൽ സ്റ്റാർ ഇട്ട് കൊടുത്ത വാചകം, ദിസ് നോട്ട് കൺസിഡർ ആസ് എ സർട്ടിഫിക്കറ്റ്, ഇത് ഒരു സർട്ടിഫിക്കറ്റ് അല്ല എന്ന് പ്രത്യേകം. അങ്ങനത്തെ വളവന്മാരുണ്ടാകുന്നു. ഇത് ആസൂത്രണം ചെയ്യുന്ന ഗവൺമെന്റ് ബോഡിക്ക് അറിയുന്നുണ്ട്. ഏത് ദിവസത്തെ ചോദിച്ചിട്ട് വെച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇംഗ്ലീഷ് അറിയോ? അന്ന് തിരിച്ചു പോയതാണല്ലോ അല്ലേ. ദാവത്ത് മുടക്കുക, മക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കുക, ശിർക്കൻ വിശ്വാസം ജീവിതത്തിലേക്ക് എത്തുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. സലാം പറയാതിരിക്കുക, പള്ളി മെമ്പറിൽ നിന്ന് പിടിച്ചു പുറത്താക്കുക, പള്ളിയിൽ നിന്ന് തള്ളിടുക, മക്കളെ പിടിച്ചു പുറത്താക്കുക, ദാവത്ത് മുടക്കുക. ഇതൊന്നും പോരാഞ്ഞിട്ട് മുജാഹിദുകൾക്കെതിരിൽ ഉപയോഗിക്കാൻ ഖുറാഫികൾ ഉപയോഗിക്കുന്ന ക്ലിപ്പ് തേടി പോവുക. കേട്ടോളി. ഇപ്പൊ എത്ര ഗ്രൂപ്പായി ജിന്നുകൾ വന്നപ്പോ ഇന്നലെ വഹാബ് സക്കാഫി വിളിച്ചെന്നോട് പറഞ്ഞു, ഇന്നലെ മിനിയാന്ന് വഹാബ് സക്കാഫി വീട്ടില് സുബീ നിസ്കരിച്ച് ഇറങ്ങുമ്പോ തന്നെ 2 മൗലവിമാർ വീടിന് മുന്നിലെത്ര. ആ 2 ഒരു പിന്നെ ശുക്കൂർ സ്വലായും മജീദ് സ്വലായും വീടിന് മുന്നിൽ. അപ്പൊ സക്കാഫി ചോദിച്ചത് എന്താ വന്ന്? പിന്നെ ആ മുജാഹിദ് ബാരിഷേന്റെ കുറെ പൊട്ടത്തരങ്ങൾ ഒന്ന് ഞങ്ങൾക്ക് വേണം ക്ലിപ്പിടാനാണ്. അപ്പൊ മുജാഹിദ് ബാരിശ്ശേരി അപ്പുറത്തേക്ക് പോയല്ലോ. അപ്പൊ നമ്മൾ പണ്ട് കുറെ കേൾപ്പിച്ചല്ലോ, അതൊക്കെ ഓൽക്കുമാണത്രേ. ഞാൻ പറഞ്ഞു പരമാവധി നമുക്ക് കൊടുക്കാം, തല്ലിനുള്ള എല്ലാ സഹായം ചെയ്തു കൊടുക്കാം. നിങ്ങൾ കൊടുത്തതുപോലെ ഇട്ടു, പക്ഷെ തല്ല് ഞങ്ങൾക്കല്ല ഓൽക്കന്നെ കിട്ടി. ഈ ക്ലിപ്പ് മുറിച്ചപ്പോ നമ്മൾ വിചാരിച്ചിട്ടില്ല ആ ക്ലിപ്പ് ഉപയോഗിക്കും. ജനങ്ങളെ കേട്ടോളിങ്ങള്, അനസ് മൗലവി ഈ വാങ്ങിക്കൊണ്ടെന്ന ക്ലിപ്പില്ലേ CD-യിലാക്കിയിട്ട് ഇവിടെ പേര് പറഞ്ഞ സാധു കുട്ടിന്റെ അടുത്ത് കൊണ്ടുവന്നെടുത്ത ക്ലിപ്പില്ലേ, അത് ഉപയോഗിക്കും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. നമ്മളെ കൂട്ടത്തിലൊക്കെ കടന്നുറങ്ങിയ ഒരാളല്ലേ. അപ്പൊ അതിന്റെ ചൂരുമണെങ്കിലും മിനിമം കിട്ടിയിട്ടുണ്ടാവില്ലേ. സമസ്തയിൽ മാത്രമല്ലല്ലോ ഉറങ്ങിയത്. പക്ഷേ ഉപയോഗിച്ചു. ഓരോന്നും ഞാൻ പറയാം സാമ്പിളിന്. ഒന്ന് തെളിവ് ആയത്തോ. ഇപ്പൊ ഞാൻ പറഞ്ഞതിന് വല്ല തെളിവുണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും ഉണ്ടോ? ഗോപിന്റെ ക്ലിപ്പല്ലാതെ വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ഈ ടീപ്പിനെ പറ്റി പറഞ്ഞതിന് വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പൊ അത് പറയണ കൂട്ടത്തേക്ക് ഹുസൈൻ സലഫിനെ പഠിച്ചോൻ കൊണ്ടുവന്നു. എന്താ ഹുസൈൻ സലഫിയാണ് പറയാത്തത് അല്ലെ? നമ്മളിങ്ങനെ ചോദിച്ച് പഠിച്ചോൻ തീരുമാനിച്ചു അത് പറയേണ്ടടുത്തുനിന്നേ പറയാൻ പാടുള്ളൂ. പറയേണ്ടടുത്തുനിന്ന് പറയേണ്ടത് മാത്രം പറഞ്ഞപ്പോ ഒരാൾക്ക് കാര്യം മനസ്സിലായി. മുജാഹിദീങ്ങൾ തെക്കുബീർ ചൊല്ലണതും എനിക്കല്ല ഓർമ്മയുണ്ട്. ഒരു തൂണിന്റെ അടുത്ത് നിന്ന് സഹപ്രവർത്തകരൊക്കെ നിറക്കണ്ണുകളോട് കൂടെ ആ പ്രസംഗം കേൾക്കുന്നത് പോലെ നമ്മളിങ്ങനെ കേൾക്കുക. പ്രവർത്തകർ വന്ന് തോളിലേക്ക് മറിയാണ് സുഹൃത്തുക്കളെ, ഏങ്ങലടിച്ച് കരയാണ്. എന്താ? ഐക്യം വേണം എന്ന് സമ്മേളനത്തിന് ആഹ്വാനം വന്നില്ലേ? ഇനിയെങ്കിലും വാപ്പ് വിടുവല്ലോ, ഇനിയെങ്കിലും എന്നെ കുത്തി നോവിക്കാതിരിക്കോലോ, ഇനിയെങ്കിലും എനിക്ക് CRക്ക് പോകാലോ, ഇനിയെങ്കിലും എന്നെ സംശയ കണ്ണോടെ നോക്കാതിരിക്കോലോ. ഐക്യത്തിക്ക് മൊത്തം പോകുന്നത് തടസ്സമുള്ള ഒരാളുണ്ട്, മൊത്തം കളിച്ച ഒരാള്. അതോടെ മുജാഹിദീങ്ങൾ മെല്ലെ ആളെടുത്ത് പുറത്ത് കിടുന്നുണ്ടപ്പോ ഹംദു സ്വലാത്തിൻ ബിസ്മി വരെ ചൊല്ലാതെ മുപ്പര് മറുപടി അറിഞ്ഞല്ലോ. അവിടം വെച്ച് മുതൽക്ക് ഹുസൈൻ സലഫി ശത്രു. അപ്പൊ പറയണെന്താ? ഹുസൈൻ സലഫി പാട്ടുകാരനാണ്. ഇതാദ്യം പറഞ്ഞതാരാ? ഇതാദ്യം പറഞ്ഞത് പേരോട്. ഇതേതാ? കൊടുത്തേച്ച ക്ലിപ്പെന്ന് കേട്ടുപഠിച്ച് മനസ്സിലാക്കിയിട്ടതാ. വഹാബ് സഖാഫി കമ്പ്യൂട്ടറിന് ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ക്ലിപ്സ് ഫോർ മുജാഹിദ് അല്ലെ. എന്നിട്ടോ മൂപ്പരിങ്ങനെ ഓരോന്ന് മാക്സിമം കൊടുത്തലാന്ന് മേലുള്ള ആളെ നിർദ്ദേശം കിട്ടിയല്ലേ CD ആക്കിയിട്ട്. അങ്ങനെ ആ CD ഇങ്ങനെ അല്ലെ, അതിന്റെ ആ റൈറ്റിങ്ങനെ നടക്കുമ്പോ നീങ്ങുമ്പോ മൂപ്പരെ മനസ്സിലിങ്ങനെ ആവേശം, ഇതൊക്കെ വരാനുള്ളതാണ്. ഈ ക്ലിപ്പ് മുറിക്കണ ആളത് മുറിക്കുമ്പോ വിചാരിച്ചിട്ടില്ല എന്ത് ഇങ്ങനെ ഉണ്ടാവും. സതുദ്ദേശം ഉണ്ടായിക്കോട്ടെ, ഇനി ഇടാതിരുന്നോട്ടെ എന്ന് എഴുതിയിട്ടാ ആ സാധനം പുറത്തു വിട്ടത്. ആ സാധനം അന്ന് പുറത്തു വിട്ടത്, പിന്നെ അത് ഉപയോഗിച്ചിട്ടുമില്ല. പക്ഷേ ഉണ്ടായില്ല.
അനസ് മൗലവി പാട്ടുകാരനാണത്രേ. ആരിപ്പോ പാട്ടുകാരനാണത്രേ? ആര്? ഹുസൈൻ സലഫി. കേട്ടോളി. ുള്ള വിഷമം ഞാനിങ്ങനെ നീട്ടി പ്രസംഗിക്കുകയാണ് പോലും ഇവർ വിചാരിച്ചു ഇവരുടെ കുത്തകയാണെന്ന്. നീട്ടി പ്രസംഗിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന പോലും. എന്തിനാണോ ആ AP തള്ളിയത്? നിങ്ങൾ ഈ ജിന്നും വണ്ടി കയറിയത് എന്തിനാണെന്നാ ചോദിക്കുന്നത്. ഇപ്പൊ നോക്കുമ്പോ ജിന്നും വണ്ടി ഉണ്ടാക്കിയിട്ട് നോക്കുമ്പോ ടയർ വെച്ചത്, വണ്ടി അനങ്ങണില്ല. അപ്പൊ നോക്കി ഇതിന് ഡ്രൈവർ നോക്കുമ്പോ മൂപ്പർക്ക് ലൈസൻസ് ഇല്ല. അങ്ങനെ കയറിയ ആൾ തിരിക്കാൻ നമ്മൾ സ്റ്റിയറിംഗ് കയ്യില്ല. പിന്നെയോ പിന്നെ എങ്ങനെ സ്റ്റാർട്ടാക്കി നോക്കും, പുക മാത്രമേ വരുന്നുള്ളൂ, വേറൊന്നുമില്ല. വണ്ടി അനങ്ങണില്ല. അപ്പൊ പറയും തൽക്കാലം പാട്ടുണ്ട് വണ്ടിയിൽ കേട്ടോ, നിങ്ങൾ പാട്ട് കേട്ടിരുന്നോ? കുറച്ച് പാട്ട് പാടിത്തരാം. ഒരു വട്ടം കരഞ്ഞു പാടി കേരളത്തിൽ. അപ്പൊ ആൾക്കാർ വിചാരിച്ചു ഓ ഉഷാറാടുണ്ട്, കരഞ്ഞുള്ള പാട്ടാണല്ലോ. പിന്നെ നോക്കുമ്പോ കരച്ചിലും വന്നില്ല. അപ്പൊ ആൾക്കാർ പതുക്കെ ഇറങ്ങി തുടങ്ങി. ഇപ്പൊ ആളുകൾ ഇറങ്ങി തുടങ്ങിയില്ലേ? അതുകൊണ്ടാണ് ഈ കടപ്പുറത്ത് മുജാഹിദ് പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ച് കുവൈറ്റിന്റെ മണി കാണിച്ച്, അതുപോലെ തന്നെ പാട്ടുകാരന്റെ പാട്ട് പറഞ്ഞു പേടിപ്പിച്ച് ആൾക്കൂട്ടത്തെ വിളിച്ചുകൂട്ടിയിട്ട് എന്താ ഇവിടെ നടന്നത്? അതുപോലെ തന്നെ പാട്ടുകാരന്റെ പാട്ട് പറഞ്ഞു പേടിപ്പിച്ച് എന്നിട്ട് പാട്ടുപാടി നടക്കാണല്ലേ. പാട്ടുപാടി ഒപ്പിക്കാന്ന് വിചാരിച്ചു, നടക്കൂല പൊന്നാര മക്കളെ. സലഫിയുടെ ശബ്ദം കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമാ. ഓ എനിക്ക് ആ ശബ്ദം ഇല്ലല്ലോ, എന്തിനാ വിഷമിച്ചിട്ട്. മൂപ്പര് അങ്ങനെ ആകെ വല്ലാണ്ട് അങ്ങനെ എന്നിട്ട് ഇപ്പൊ ഇടക്കനെ കാണിക്കണ ശബ്ദിച്ച് കുറച്ചു വെക്കാൻ. മൂപ്പരെക്കാളും എന്തായത് മുന്തരുത്, കേൾക്കണോനെ കേൾക്കുമ്പോ മുന്തിപ്പോരുത്. അപ്പൊ ശബ്ദം വളരെ പ്രയാസത്തോടെ. എടോ അള്ള ഓരോരുത്തർക്കും ഒരു അനുഗ്രഹം കൊടുക്കും, അത് ഇങ്ങനെ വല്ലാണ്ട് ഇടങ്ങേറാകരുത്. പേരിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞത്? അതിനാണോ നിങ്ങൾ നീട്ടിവാത് പറയുന്നത്? അങ്ങനെ നിങ്ങൾ നീട്ടിവാത് പറഞ്ഞ് ഈ ശിർക്കിന് പിൻബലം നൽകി എടത്തനാട്ടുകരയിൽ വന്നാൽ അതിനേക്കാളും നീട്ടി നിങ്ങൾക്ക് മറുപടി പറയാൻ മുജാഹിദ് പ്രസ്ഥാനം ഒരുക്കം തന്നെയാണ്. ഒരുപാട് പാട്ടുകാരെയും അതുപോലെ തന്നെ പ്രാസംഗികരെയും വലിയ വലിയ ഭീഷ്മാചാര്യന്മാരെയും ഒക്കെ നന്നായി കൈകാര്യം ചെയ്ത് ശീലമുള്ള പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അതിനെ പാടിപ്പറഞ്ഞ് വെല്ലുവിളിക്ക് ഓശാന പാടിയ പാട്ടുകാരുടെ ആ പാട്ടൊക്കെ തന്നെ അവജ്ഞയോടെ ഇസ്ലാഹി കേരളം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. മുമ്പ് പാട്ട് പാടുന്നത് കേൾക്കാൻ ഓടിക്കൂടിയിരുന്ന ആളുകളുടെ പകുതി പോലും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് ഈ കടപ്പുറത്ത് ഇത് മാസങ്ങളോളം പബ്ലിസിറ്റി നടത്തി. ബഹുവർണ്ണ ചിത്രങ്ങള്, ബഹുവർണ്ണ പോസ്റ്ററുകള്, അത് കാസർഗോഡ് മുതൽ അങ്ങ് മംഗലാപുരം വരെ കർണാടക, തമിഴ്നാട്, കേരള സംസ്ഥാനങ്ങളിൽ മുഴുവനും നടന്ന് പരസ്യം ചെയ്തിട്ടും ഒരു പിടി ആളുകളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഇത് പേരോട് പറഞ്ഞത് പഠിക്കുക. എന്താ നമ്മൾ ആയത്തു ഹദീസ് ഓതുമ്പോ പേരോട് എന്താ സാധാരണ ചെയ്യാ? വ്യക്തിപരമായ ആക്ഷേപത്തേക്ക് പോവുക. അതാണല്ലോ നടക്കണേ. ആരെ കൊണ്ടുപോയിട്ട്? ഹുസൈൻ സലഫിനെ കൊണ്ടുപോയിട്ട് പാട്ടുകാരൻ. എന്നാ ഇതേ അനസ് മൗലവി പണ്ട് ഈ പേരോടിന്റെ ആക്ഷേപത്തിന് മറുപടി ഇതേ അനസ് മൗലവി ഇതാ പാട്ടുകാരനാണ് ഹുസൈൻ സലഫി എന്ന് അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയി കരഞ്ഞ് വിളിച്ച് പേരോട് പ്രസംഗിച്ചതിന് അനസ് മൗലവിന്റെ മറുപടി എന്താ? അസൂയോണ്ടാണ്. കേട്ടോളി. സലഫിയുടെ ശബ്ദം കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമാ. ഓ എനിക്ക് ആ ശബ്ദം ഇല്ലല്ലോ, എന്തിനാ വിഷമിച്ചിട്ട്. മൂപ്പര് അങ്ങനെ ആകെ വല്ലാണ്ട് അങ്ങനെ എന്നിട്ട് ഇപ്പൊ ഇടക്കനെ കാണിക്കണ ശബ്ദിച്ച് കുറച്ചു വെക്കാൻ. മൂപ്പരെക്കാളും എന്തായത് മുന്തരുത്, കേൾക്കണോനെ കേൾക്കുമ്പോ മുന്തിപ്പോരുത്. അപ്പൊ ശബ്ദം വളരെ പ്രയാസത്തോടെ. എടോ അള്ള ഓരോരുത്തർക്കും ഒരു അനുഗ്രഹം കൊടുക്കും, അത് ഇങ്ങനെ വല്ലാണ്ട് ഇടങ്ങേറാകരുത്. അപ്പോ മനസ്സിലായില്ലേ എന്താ അസുഖം എന്ന്? മനസ്സിലായില്ലേ? ഇതാണ് അസുഖം, ഇതാണ് അസുഖം. ഇനി ബഹുമാനനായ ഹുസൈൻ സലഫി പാടിയിട്ട് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം വളർന്നിട്ടേ ഉള്ളൂ. വേറെ പലരും തളർന്നിട്ടുണ്ട്. പേരോടിന് ഇത് പറയേണ്ടി വന്നത് പേരോടിന്റെ പ്രസംഗം ഒപ്പത്തിനെത്താതിരുന്നപ്പോഴും തെളിവില്ലാതിരുന്നപ്പോഴും സംഗതി അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ പൊളിഞ്ഞു പോയപ്പോഴാണ്. ഞങ്ങൾ പറഞ്ഞല്ല, സമസ്തന്റെ തന്നെ കൂട്ടത്തിലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഹുസൈൻ സലഫി പാടിയിട്ട് എന്താ പറ്റിയത്? ഹുസൈൻ സലഫി 5-ാം പ്രസംഗം, 9-ാം പ്രസംഗം, 40-ാം പ്രസംഗം ആകുമ്പോ ഇവിടെ ആരും ഉണ്ടാവില്ല തുടങ്ങി. നാദാപുരത്തെ 8-ാം പ്രസംഗം, നാദാപുരത്തെ 10-ാം പ്രസംഗം, നാദാപുരത്തെ 40-ാം പ്രസംഗത്തിലെത്തിയാൽ ഇനി സുന്നി ഉണ്ടാവില്ല. അവിടേക്കെത്തും കാര്യം. നടത്തിയിടത്തോളം അങ്ങനെ സംഭവിച്ചിട്ടുമുള്ളൂ.
നാദാപുരത്തെ 8ാം പ്രസംഗം, നാദാപുരത്തെ 10ാം പ്രസംഗം, നാദാപുരത്തെ 40ാം പ്രസംഗത്തിൽ എത്തിയാൽ ഇനി സുന്നി ഉണ്ടാവില്ല. അവിടേക്ക് എത്തും കാര്യം. അപ്പോ മനസ്സിലായത് നിങ്ങൾക്ക്? ഹുസൈൻ സലഫി പോക്കണ പോയ അനസിന്റെ കൂട്ടാളികൾ ഉണ്ടാവില്ല. പേരോട് പിന്നെ അദ്ദേഹത്തെ പാട്ടുകാരനാക്കേണ്ടി വന്നത് ഏത് ഘട്ടത്തിലാണോ അതേ ഘട്ടത്തിൽ തന്നെ എവിടെയും കാര്യങ്ങളായിട്ടുള്ളത്. പിന്നെ വ്യക്തിപരമായ ആശയമാർക്കെതിരാ PN അബ്ദുൽ ലത്തീഫ് മദനിക്കെതിരെ. PN അബ്ദുൽ ലത്തീഫ് മദനി അദ്ദേഹം ലക്ഷങ്ങൾ കട്ടുന്നാണ്. എന്താണോ മടവൂർ വിഭാഗം അവർ പുറത്തുപോയപ്പോ ചെയ്തത് അതേ പണിയൊക്കെ ചെയ്യുന്നു. MSMന്റെ ഫണ്ട് കട്ടൂന്നാ. MSMന്റെ ഫണ്ട് കട്ടൂന്ന് വന്ന് ഒച്ച ഉണ്ടാക്കേണ്ട ഇവിടെയല്ല. നിങ്ങൾ കോടതി ചെന്നിട്ട് കേസ് കൊടുക്കും. വണ്ടിച്ചോറിനെ വരെ പിടിച്ചിട്ടുണ്ടല്ലോ. താജുദ്ദീനും ഡോക്ടർ ഷെയറിനും നിങ്ങൾക്ക് എന്തേ പിടിക്കാൻ കിട്ടാത്തേ? എന്നിട്ട് അനസ് മൗലവി അയാൾക്ക് വല്ല സംഘടനാക്കാരും അറിയോ? സെക്രട്ടറിയെ മാറ്റിന്റെ ശേഷം ഫണ്ട് വലിച്ചു. തെളിയിക്കണങ്ങളെ, തെളിയിക്കണം. MSMന്റെ പ്രസിഡന്റും സെക്രട്ടറിയും അവരായിരിക്കെ MSMന്റെ ഫിനാൻസിന്റെ ചുമതല എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൊടുത്ത ആളുകൾ ആരാണോ അവരെ ക്യാഷ് പിൻവലിച്ചിട്ടുള്ളൂ. വേറെ ആരും ക്യാഷ് പിൻവലിച്ചിട്ടില്ല. 15-ാം തീയതി ഞങ്ങളെ പിരിച്ചുവിട്ടു എന്ന് ആരോ പറഞ്ഞേക്കണ്. ഞങ്ങൾക്കതറിയില്ല. ഞങ്ങൾക്ക് കത്തിട്ടിയത് 17-ാം തീയതി. 17-ാം തീയതി വെള്ളിയാഴ്ച 12:01 എന്റെ നാട്ടിൽ നിന്ന് ഞാൻ കത്ത് എഴുതി വാങ്ങി. അല്ല മാഷേ, എന്താ നിങ്ങൾക്ക് ഇങ്ങനെ രജിസ്റ്റേർഡ് പോസ്റ്റ് നിരന്തരം വരുന്നുണ്ടല്ലോ? ആര്? പോസ്റ്റ്മാന്. അതൊന്നുമില്ല, അതിങ്ങനെ രജിസ്റ്റേർഡ് പോസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല. അല്ലാണ്ട് പറഞ്ഞു. കാരണം ഇഷ്ടം പോലെ വരാനുള്ളതല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങളെ സംഘടനയിൽ ഒരു ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂറ്റ് ബന്ധപ്പെട്ട ലെറ്റേഴ്സാണ്. അല്ല, വക്കീൽ നോട്ടീസാണല്ലോ തോനെ. അപ്പൊ നമ്മളേതോ കൊലപ്പുള്ളിയാന്ന് വിചാരിക്കുന്നു തെറ്റിദ്ധരിച്ചിട്ട് ഞാൻ കാര്യം വിശദീകരിച്ചു കൊടുത്ത്. ഇതെന്താ സംഭവം എന്ന് നിങ്ങള് 14-ാം തീയതി എക്സിക്യൂട്ടീവ് കഴിഞ്ഞപ്പോ മൊത്തൊരു ശ്രുതി സംഗതി നേരാക്കിയാണ്. എന്താന്ന് ഞങ്ങൾക്കും അറിയില്ല. ഞങ്ങൾ ആലോചിച്ച് എന്ത് ചെയ്യണം? സ്കോളർഷിപ്പിന്റെ കുറച്ച് ക്യാഷ് ഉണ്ട്, അതുവരെ കളിക്ക് വിട്ടുകൊടുത്താൽ ആ കുട്ടികളെ പഠനം നിർത്തേണ്ടി വരും. ആ കുട്ടികൾ 4-ാം വർഷമുള്ളവന് പഠനം നിർത്തി പോരേണ്ടി വരും. പറഞ്ഞ മാതിരി ഞങ്ങൾ എന്താണോ വിചാരിച്ചത് അതേപോലെ സംഭവിച്ചു. ഞങ്ങൾക്ക് കത്തെറിഞ്ഞതിന്റെ മുമ്പ് ആദ്യം കത്തുകൊണ്ടിട്ട് കനറ ബാങ്ക് മാനേജർക്ക് ഒരു ട്രാൻസാക്ഷന് അനുവദിക്കരുത്. 500 റുപ്യ ഉള്ളത്. അപ്പൊ ഇവരൊക്കെ വളവ് പഠിച്ചെന്ന് നമ്മൾ കടന്നുറങ്ങുന്നല്ലേനോ? ഇവര് വളവ് പിടിക്കണ സ്കൂളിന്റെ ഇങ്ങനെ ഒരു മഴ ചെയ്തപ്പോടെ കയറുന്നതാ. അപ്പണ്ട് വളവ് ഇങ്ങനെ നിർദ്ദേശിക്കണ്. എന്നിട്ട് രാവിലെ 3 മണിക്കിരുന്ന് കത്തെഴുതുക. ഓൺ ദി സ്പോട്ടിൽ വിവരം ഞമ്മക്ക് കിട്ടുക അല്ലേ? എന്നിട്ടോ ആ ക്യാഷ് പിൻവലിച്ച് ഏപ്പിന്റെ ഇംഗ്ലീഷിലുള്ള മനോഹരമായ ലെറ്റർ കിട്ടിയിരുന്നു ഞങ്ങൾക്ക്. നിങ്ങൾക്കെതിരിൽ ക്രിമിനൽ കേസ് കൊടുക്കും. ഇപ്പൊ ഞങ്ങൾ കാര്യം വിശദീകരിച്ച് തിരിച്ചും കത്ത് കൊടുത്തിരുന്നു. ക്രിമിനൽ കേസ് കൊടുത്തില്ലല്ലോ, കൊടുക്കിങ്ങളെ. നിങ്ങൾ കേസ് കൊടുക്കും. എന്നിട്ട് വേണം ഞങ്ങൾക്ക് കോടതി വരാൻ, തീക്ക് വരാൻ. വന്നാൽ ഞാൻ കൃത്യമായി പറയുന്നു, ഇപ്പോൾ നിലവിലുണ്ട് എന്ന് പറയപ്പെടുന്ന അഡ്ഹോക് കമ്മിറ്റിയെ കോടതി സസ്പെൻഡ് ചെയ്യും. ഞങ്ങൾക്കത് അറിയാം. പക്ഷേ കോടതിയിൽ കൊണ്ടേ കൊടുക്കാൻ ഒരുപാട് പൈസ ഞങ്ങളെടുത്തില്ല. ഞങ്ങൾ കോടതി വരാന്തയിലേക്ക് അല്ല ആദ്യം പോയത്. ഞങ്ങൾ ക്യാമ്പസിലെ വരാന്തയിലേക്ക് പോയി പ്രൊഫ്കോണിലേക്ക് കുട്ടികളെ വിളിക്കാൻ. പ്രസ് കോൺഫറൻസിലേക്കല്ല ഞങ്ങൾ പോയത്. ഞങ്ങള് വിദ്യാർത്ഥികളെ സ്റ്റുഡൻസ് കോൺഫറൻസിലേക്കാ പോയത്. ആ വ്യത്യാസമാണ് നിങ്ങൾക്ക് ആകെ ഉണ്ടാക്കിയ ക്ഷീണവും. ഞങ്ങൾക്ക് ശരിക്കറിയാം. എന്നിട്ട് അതിന്റെ പരിക്ക് തീർക്കാൻ സാധു കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക. കടകടാന്ന് പറയണവർക്കൊക്കെ അറിയോ അതിന്റെ എന്താ സംഭവം എന്ന്. അതുകൊണ്ട് വ്യക്തിപരമായ ആരോപണം ആ ഖുറാഫി സ്റ്റൈലിലേക്ക് പോയി. ദാവത്ത് മുടക്ക 1, 2 വ്യക്തിപരമായ ആരോപണം എന്നുള്ള തലത്തിലേക്ക് പോയി. ഇനി സുഹൃത്തുക്കളെ, ആയത്തുമ്മ വരുന്ന ചെറിയ ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ, ഓതിനോടത്ത് വരുന്ന ചെറിയൊരിത്. അതിന് ആരാ പിടിക്കല്? പേരോടും ആൾക്കാരും അല്ലേ? വഹാബ് സഖാഫി കൊണ്ടുവന്നെടുത്ത ക്ലിപ്പിൽ അങ്ങനത്തെ ഒന്നുണ്ടായിരുന്നു. അത് വെച്ച് അനസ് മൗലവി പറയുന്നുണ്ട്, വലഉന്നഹും യളമൂന കൊണ്ട് ഒരു ആയത്തന്നല്ല. ഇതേതാ ക്ലിപ്പ്? ഇത് വഹാബ് സഖാഫി കൊടുത്തേച്ച ക്ലിപ്പാ. ശിർക്കൻ വിശ്വാസം ജീവിതത്തിക്ക് വന്നപ്പോ ബാക്കിയൊക്കെ മറന്നിട്ടതാ. കേട്ടോളി. ഈ മണിയാശാന്റെ പ്രസംഗം നടത്തുന്ന ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞുകൂട്ടിയ വർത്തമാനം എത്ര ആയത്തുണ്ട്? 4 ആയത്ത്. എന്നിട്ട് ഈ 4 ആയത്ത് ഏതൊക്കെയെന്നാണ് പിന്നെ വിശദീകരിക്കണത്. എന്നാലേ ഇത് വഹാബ് സഖാഫി കൊടുത്തേച്ച ക്ലിപ്പാന്ന് മൂപ്പര് മറന്നു. മാത്രല്ല പണ്ട് ഇതിന് യാഹന്നെ മറുപടി അറിഞ്ഞു. മുജാഹിദ് ബാലുശ്ശേരിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇതേ വിഷയത്തിന് മറുപടി പറഞ്ഞു. ഞാനതാ പറഞ്ഞത്, ഭൗതികം അഭൗതികം വിഷയത്തിൽ ഈ ഇലക്ഷൻ രക്ഷപ്പെടാൻ വേണ്ടി ശിർക്കല്ലാത്തതിനെ പ്രയാസപ്പെട്ട് ശിർക്കാക്കിയപ്പോ ജിന്നിനെ മലക്കിനെ അഭൗതികാക്കിയപ്പോ വിശ്വാസം നേരെ ശിർക്കുക്ക് പോയി. ശിർക്കുക്ക് പോയപ്പോ ശിർക്ക് സംഭവിക്കുന്നവർക്ക് എന്തൊക്കെ കുഴപ്പമുണ്ടോ ആ കുഴപ്പമൊക്കെ ഉണ്ട്. പണ്ട് വാങ്ങിച്ച ക്ലിപ്പ് ഓരോന്നെടുത്ത് ഉപയോഗിക്കുക. അതിന് അനസ് മൗലവി തന്നെ പറഞ്ഞ മറുപടി, ഒരു CD ഇറങ്ങാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോ ഇത് ഇട്ടത്. പക്ഷേ വളവന്മാര് പിടിച്ചോക്കോലോ. അനസ് മൗലവി അല്ലേ, നല്ല പ്രസംഗല്ലേ കരുതി. കേട്ടോളിങ്ങൾ അതിന് കൊടുക്കണ മറുപടി. വേറൊന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നൊരു പുതിയ വിവാദം ഉണ്ടാക്കി. അഥവാ
ഖുർആനിലുള്ള ഒരായത്ത് ഖുർആനില്ല എന്ന് പറഞ്ഞു എന്നാണ്. ഖുർആനിലുള്ള ഒരായത്ത് ഖുർആനില്ല എന്ന് പ്രസംഗിച്ചു എന്ന രൂപത്തിലാണ് മാന്യ സഹോദരങ്ങളെ ഇവിടെ പ്രസംഗിച്ചത്. എന്നിട്ട് ഖുർആൻ ഉണ്ട് എന്ന് പറയുക ഊത വലു അന്നഹും എന്നൊരായത്ത് ഖുർആൻ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് സമയം കിട്ടില്ല. നിങ്ങൾ അതിന്റെ അവസാന ഭാഗം ആ CD-യുടെ അവസാനം 52 അറബ് രാജ്യങ്ങളിലെ കോടിക്കണക്കിന് 290 കോടി എങ്ങാണ്ടാണ് അത്രേ മുസ്ലിങ്ങളുടെ ജനസംഖ്യ ലോകാടിസ്ഥാനത്തിൽ. ഈ മുസ്ലിങ്ങളെല്ലാം കൂടി ജിദ്ദ എയർപോർട്ടിലെത്തിയുള്ള സ്ഥിതി എന്താ? അപ്പൊ ചോദിക്കണേ എയർപോർട്ടിലേക്ക് പേരോടെ പ്രസംഗം കേട്ടിട്ട് ലോക മുസ്ലിമീങ്ങളൊക്കെ ജിദ്ദ എയർപോർട്ടിലേക്ക്. അപ്പൊ ആളുകൾ ചോദിച്ചെന്താ? ഒന്നുമില്ല, ഞങ്ങളൊക്കെ ചെറിയ ചെറിയ പാവങ്ങൾ ചെയ്യുന്നവരാ. ഞങ്ങളെ പാവം കൊടുത്തിരുന്നെങ്കിൽ മദീനത്തിൽ അതിന്റെ കബറിടത്ത് ചെല്ലാൻ അങ്ങനെ പറഞ്ഞു നബീന്റെ അടുത്ത് ചെല്ലാൻ, അതുകൊണ്ട് അവിടെ ചെല്ലണം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല നിങ്ങളെല്ലാവരും കൂടി ചെല്ലല. ലോകത്തിലെ ഏറ്റവും വലിയ പാവി ഈ സഖാഫിമാരാണ്. നിങ്ങൾ ചെല്ലല, നിങ്ങൾക്ക് നല്ലത്. എന്റെ പൊന്ന് ചെങ്ങൈമാരെ, ലോകത്ത് തെറ്റിയതോലൊക്കെ റസൂലുള്ളാഹിന്റെ കബറിടത്തിൽ ചെല്ലണം എന്ന് പറഞ്ഞാൽ എന്തൊരു അപ്രായോഗികമാണ്. സമസ്തയെപ്പറ്റി ഉരുമുടിക്കും അർദ്ധമില്ലാത്ത സാധുക്കളെ ജിദ്ദയിലെ ഓരോ ഒരു തെറ്റ് ചെയ്തു, എന്നിട്ട് ജിദ്ദയിൽ ചെന്നു മദീനത്തെന്ന് പറഞ്ഞു. ഈ പ്രസംഗത്തിലാണ് മനസ്സിൽ ആ ഭാഗമുള്ളത്. ഏത് വലവന്നഹും എന്ന ഒരു ആയത്തിനില്ല. ആ പ്രസംഗം കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ടാണ് ആ സ്റ്റാളിൽ നിന്നാണ് ആ CD സംസംഗം. നിങ്ങളുടെ മുന്നിലുള്ള ആ സ്റ്റാളിൽ നിന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന പേരിൽ പുറത്തിറങ്ങിയ CD, ഈ CD-യിൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഇവർ ധ്വനിയാക്കിയിരിക്കുന്ന ഒരായത്ത് വലു അന്നഹും ഇല്ലമോ അംബുസഹും ജാഊക വസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ എന്നൊരായത്തിനെ അവർ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട്. ആ ആയത്തിനെ സൂചിപ്പിച്ചിട്ട് മുജാഹിദുമാർ ചേർന്ന് വലു അന്നഹും എന്നൊരായത്ത് ഇവര് ഒരു മുസ്ലിമോട് ചോദിച്ച് അങ്ങനെ ഒരു ആയത്ത് അത് ഖുർആനില്ല, അങ്ങനെ തുടങ്ങുന്ന ഒരു ആയത്ത് ഖുർആനില്ല. ഇതാ അദ്ദേഹം പ്രസംഗിക്കുന്നത്, അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. ആ തുടങ്ങുന്ന ആയത്ത് ഖുർആനിലില്ല, ഇല്ല. വലു അന്നഹും തുടങ്ങുന്ന ആയത്ത് ഖുർആനില്ല എന്നാണ് ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു ആയത്തില്ല ഖുർആൻ. സത്യ വലു അന്നഹും തുടങ്ങുന്ന ഒരു ആയത്തില്ല, അത് ആയത്തിന്റെ പാതി ഭാഗം. മനസ്സിലായോ? അങ്ങനെയാണ് കേട്ടോ. ഇതൊക്കെ പോയി കേട്ടോ ഈ നാട്ടുകാര്. എങ്ങനെ ഖുർആൻ അങ്ങനെ വരവെന്ന് തുടങ്ങുന്ന ആയത്തില്ല, പിന്നെ എങ്ങനെയുള്ളത് കണ്ടോ? ഇതാണ് ഈ ക്ലിപ്പൊക്കെ ഇതൊക്കെ ഇട്ട് വിശദീകരിച്ചതാ. ഇടുപ്പിട്ട് നടക്കുക, കയ്യിലൊന്നുമില്ല സുഹൃത്തുക്കളെ. ഇനി ആയത്ത് ദുർവ്യാഖ്യാനം ഞാനവിടെ പോണില്ല. അതാണല്ലോ പേരോടിനടുത്ത സ്വഭാവം. പേരോടിനടുത്ത സ്വഭാവം എന്താ? ഇല്ലാത്ത ആയത്ത് തെളിവാക്കുക. എന്നുള്ളത് കേന്നമിനെ അള്ളാഹ് സംരക്ഷിക്കുന്നുള്ളതിന്റെ തെളിവാണ്. വേറൊരു മദനി, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളായി ആദിം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പരമവിശുദ്ധരായ പ്രവാചകവര്യന്മാർ മുഴുവൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടത് ഏത് സന്ദർഭങ്ങളിലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. ജിന്നിൽ വാദക്കാർ മനസ്സിലാക്കേണ്ടത് അമിതമായ വാദങ്ങളെ കൊണ്ട് ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ആർക്കും സാധ്യമല്ല എന്നതാണ്. ഖുർആൻ പറയുന്നത് അല്ലാഹുവാണ് ഈ പ്രസ്ഥാനത്തെ ഇവിടെ ഈ പരിശുദ്ധ ഖുർആനെയും ഈ പ്രസ്താവനയും ഈ കാര്യങ്ങളെ അല്ലാഹുവാണ് സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര് പോയാലും ആര് വന്നാലും ഈ പ്രസ്ഥാനത്തെ അല്ലാഹു തന്നെ സംരക്ഷിക്കുമെന്ന് ഖുർആൻ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇനി നോക്കൂ സുഹൃത്തുക്കളെ, നിങ്ങള് എന്താന്നിട്ട് പറയുന്നത് കോഴിച്ചേനയിൽ ആയത്ത് ദുർവ്യാഖ്യാനിച്ചു എന്ന് പറയല്ലാതെ എന്താണ് ദുർവ്യാഖ്യാനങ്ങൾ പറയണം. ഇബ്നു അബ്ബാസിന്റെ പേരിൽ കള്ളത്തരം ആരോപിച്ചു. എന്താ ആരോപിച്ചത്? നടക്കണ വേദിയിലൊക്കെ ഇബ്നു അബ്ബാസിന്റെ പേരിൽ കള്ളത്തരം ആരോപിച്ചു എന്നുള്ളപോലെ പറയണേ. ബാക്കി വായിക്കും. ഖുർത്തുബിന്റെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞു, ഖുർത്തുബിന്റെ വാചകം വായിക്കും. എന്നിട്ട് എങ്ങനെയാണത് നിങ്ങൾക്ക് എതിരാണെന്ന് പറഞ്ഞത് അല്ലാന്ന് വരാന്ന് സ്ഥാപിക്കും. അല്ലാതെ വെടിവെച്ച് പോയാ പോരാ അല്ലെ? എന്നിട്ട് ചേകന്നൂർ കാന്തപുരത്തെയും ഫൈസൽ മൗലവിനെയും ഒന്നിച്ച് ആണോ? കാന്തപുരം കൊട്ടപ്പുറത്ത് ആയത്തോതിയപ്പോ സ്വഹാബിനെ ഉദ്ധരിച്ചിട്ടില്ല, ഫൈസൽ മൗലവി സ്വഹാബിയെ ഉദ്ധരിച്ചു. കാന്തപുരം തഫ്സീർ ഉദ്ധരിച്ചിട്ടില്ല, ഫൈസൽ മൗലവി തഫ്സീർ ഉദ്ധരിച്ചു. പിൻഗാമികളെ ഉദ്ധരിച്ചു, പലതും ചെയ്തു. എന്നിട്ട്
ആ വെടിയൊന്നും അങ്ങനെ മുജാഹിദീങ്ങളെടുത്ത് വില പോകൂല എന്ന് പ്രത്യേകം പറയാണ്. പിന്നെ ജിന്നുബാധ ഉണ്ടോ അല്ലേ? ജിന്നുബാധ ഉണ്ട് എന്നുള്ളതാണല്ലോ ചികിത്സമ്മ പോയിട്ട് ഒരു പെണ്ണിനെ ഇങ്ങനെ ആക്കണ രീതിയൊക്കെയാണ് ഇപ്പൊ മൊത്തം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു അറബി സ്ത്രീ, ഒരു അറബികൾക്കിടയിലുള്ള ചികിത്സയൊക്കെയാണ്. ജിന്നുബാധയുണ്ടോ? നിങ്ങൾ ആദ്യത പറയേണ്ടത്. ബഹുമാന്യനായ അമാനി മൗലവി അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിൽ എന്താണ് ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞത്? ബഹുമാനനായ അമാനി മൗലവി പറഞ്ഞത് കാണാം. പലിശ തിന്നുന്നവരെ പറ്റി ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമു, ഇങ്ങനെ ഡോട്ടിട്ടിട്ട് അർത്ഥം കൊടുക്കാണ്. ബാധ നിമിത്തം പിശാച് മറിച്ച് വീഴ്ത്തുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ അവർ എഴുന്നേൽക്കുകയില്ല എന്നത്രേ അള്ളാഹു പറഞ്ഞത്. പ്രാന്തനെ ഉദ്ദേശിച്ച് മസ് എന്ന് അറബികൾ പറയാറുണ്ടായിരുന്നു. ബാധാസ്പർശനം എന്നൊക്കെയാണ് അതിന്റെ വാക്കർത്ഥം. പിശാചിന്റെ ബാധ നിമിത്തമാണ് ഭ്രാന്തുണ്ടാകുന്നത് എന്ന അവരുടെ ധാരണയിൽ നിന്നാണ് ഭ്രാന്തിനെ ഉദ്ദേശിച്ച് ആ വാക്ക് പ്രയോഗത്തിൽ വന്നത്. ആ ധാരണ അനുസരിച്ചുള്ള പ്രയോഗം മാത്രമാണ് പിശാച് മറിച്ചു വീഴ്ത്തുക. യതഖദ്ദബത്തുഹു ശൈത്താൻ എന്ന വാക്ക് അഥവാ പിശാച് ആരെയും മറിച്ചു വീഴ്ത്തുന്നില്ല എന്ന് ചിലർ പറയുന്നു. പല കാരണങ്ങളാൽ ഈ അഭിപ്രായം അപ്പടി ശരിവെക്കുവാൻ ന്യായം കാണുന്നില്ല. യതഖബ്ബത്തുഹു ശൈത്താൻ എന്ന ആയത്ത് വെച്ച് പിശാച് ബാധ തന്നെ ഉണ്ട് എന്ന് പറയേണ്ടതുണ്ട് എന്ന നിലക്കാണ് അമാനി മൗലവിയുടെ വിശദീകരിച്ചത്. ഇനി അതിൽ അവ്യക്തത ഉണ്ടല്ലോ, അതിൽ അങ്ങനെയാണല്ലോ, അതിൽ ഇങ്ങനെയാണല്ലോ, വേണ്ട. ജമിയത്തുൽ ഉലമാ റുഖിയ ശർഇയ്യ എന്ന പുസ്തകം തന്നെ ഇറക്കി. അതിൽ പറഞ്ഞതെന്താ? അതിൽ പറഞ്ഞത് പിശാച് മനുഷ്യലുണ്ടാക്കുന്ന ഭൗതികമായ പ്രതിഫലനങ്ങളെ കുറിച്ചും ഖുർആനും സുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ സമൂഹത്തിലെ ഒരു വിഭാഗം ഇതിനെ നിഷേധിക്കുമ്പോൾ മറുവിഭാഗം എല്ലാ രോഗങ്ങളുടെയും മാനസിക പ്രശ്നങ്ങളുടെയും പിന്നിൽ ജിന്നിനെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ രണ്ട് നിലപാടുകളുടെയും മധ്യയാണ് നാം അംഗീകരിക്കുന്ന പ്രമാണങ്ങൾ നിലകൊള്ളുന്നത്. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അധ്യാപനങ്ങളും അവയുടെ അടിസ്ഥാനത്തിലുള്ള അഹ്ലുസുന്നയുടെ വീക്ഷണങ്ങളും ജിന്ന് മനുഷ്യ ശരീരത്തിൽ ഭൗതികമായ സ്വാധീനങ്ങൾ ചെലുത്തുമെന്ന് പഠിപ്പിക്കുന്നു. കേവല ബുദ്ധിയുടെ പേരിൽ ഈ വസ്തുതകളെ നിഷേധിക്കുന്ന പ്രവണത അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഖുർആൻ പറയുന്നത് നോക്കൂ, എന്നിട്ട് ആയത്തും അർത്ഥം കൊടുക്കുന്നത്. ഈ ബാധയുണ്ടോ? ഉണ്ട് എന്ന് ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച പരിഭാഷ. 2, ഈ ബാധയുണ്ട് എന്ന് ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച ജംഇയ്യത്തുൽ ഉലമയുടെ ഫത്വ. 3, PN അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ 3ാമത്തെ ആളായി ഒപ്പിട്ടത് അബ്ദുറഹ്മാൻ സലഫി, 4ാമത്തെ ആളായി ഒപ്പിട്ടത് ഡോക്ടർ KK സക്കരിയ സ്വലാഹി. സക്കരിയ സ്വലാഹി മാത്രം അന്ധവിശ്വാസിയും അബ്ദുറഹ്മാൻ സലഫി പുരോഗമനവാദി എങ്ങനെയാകുക? ആ തീരുമാനത്തിലെ 3ാമത്തെ തീരുമാനം ജിന്നുബാധയുണ്ട്. ബാധയുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ചികിത്സിക്കണം. ആരാ പറഞ്ഞേ? ഒന്നാമത്തെ പ്രസിഡന്റ് KM മൗലവി സാഹിബ്. അദ്ദേഹത്തിന്റെ ഫത്വ, KM മൗലവിയുടെ ഫത്വകളിൽ നമുക്ക് കാണാം. എന്താ? ജിന്നുബാധ ഏറ്റിട്ടുണ്ട് എന്ന് വിചാരിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ അങ്ങനെയാകാം. നബി നിങ്ങൾ പറയേണ്ട എന്താ? നിങ്ങൾ എങ്ങനെയാണ് ചികിത്സ എന്ന് പറഞ്ഞു കൊടുക്കും. ജിന്നുബാധ ഉണ്ട് നിങ്ങൾ പ്രസംഗിക്കും, ചികിത്സ ഉണ്ട് നിങ്ങൾ പ്രസംഗിക്കും, സിഹിർ ഉണ്ട് എന്ന് നിങ്ങൾ പ്രസംഗിക്കും, കണ്ണേറുണ്ട് നിങ്ങൾ പ്രസംഗിക്കും. മുന്നിലിരിക്കാൻ ആളെ കിട്ടൂല. കൂടെയുള്ള പലരും ഇപ്പോഴും മുജാഹിദാണെങ്കിൽ ജിന്നിന് ഉണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റൂല എന്ന് വിചാരിക്കണോരാ. ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ വരാത്തേ. എന്നിട്ടോ അറബി ഖുറാഫികളുടെ ചികിത്സക്ക് പോയിന്ന ആരാ അറബി ഖുറാഫിന്റെ ചികിത്സക്ക് കടന്നെടുത്ത്? ഈദാന്റെ ഓഫീസിൽ കമഴ്ന്ന് കടന്നുകൊടുത്ത ആളാരാണ്? പറയണം. ആളാരാണ്? ഉമർ ഫൈസി ഈ വിഷയം പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫിയാണ് ഈദാന്റെ മുന്നിൽ കമഴ്ന്ന് കടന്നെടുത്തത്. തലയിൽ നിറയെ തുപ്പി. ഒന്ന് ഞാൻ പറയുമ്പോ അദ്ദേഹത്തെ കീഴ്ത്താന്ന് വിചാരിക്കരുത്. അദ്ദേഹം സാക്ഷിയായ ഒരു കാര്യം ഞാൻ പറയുമ്പോ അത് മോശാക്കലാകും നിങ്ങൾ വിചാരിക്കരുത്. അദ്ദേഹം ചെയ്ത പണി എനിക്ക് പറയാലോ. കുറെ തുപ്പിക്കൊടുത്ത് തലവേദന ക്ഷീണമൊക്കെ ഉണ്ട്. ഈദാന്റെ മുന്നിൽ ചികിത്സക്ക് കടന്നെടുത്തു. ഞങ്ങളല്ല അറബി ചികിത്സ കൊണ്ടുവന്നേ. അറബിന്റെ അടുത്ത് അങ്ങോട്ട് പോയി ചികിത്സ വാങ്ങിയത് അബ്ദുറഹ്മാൻ സൽഫിയ. ഇനിയോ പാലത്ത് അബ്ദുറഹ്മാൻ മദനി അദ്ദേഹം കാറ് ഡ്രൈവ് ചെയ്ത് 2 പേരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി പോയിട്ടില്ലേ? ഇസ്ഹാഖ് അലി കല്ലിക്കണ്ടി ചികിത്സിച്ചിട്ടില്ലേ? ഇതേ അനസ് മൗലവി സുബൈർ ഡോക്ടറെ സ്വന്തം കാറിന്റെ സീറ്റിലിരുത്തി കൊണ്ടുപോയിട്ടില്ലേ? ഇല്ലേ? എന്താ അതിന് പ്രതികരിക്കാത്തത്? എന്താ അതിന് പറയാത്തത്? എന്നിട്ട് അറബി ചികിത്സ കൊണ്ടുവരിക അല്ലേ? എന്നിട്ട് അത് കാണിച്ചു കൊടുക്കുക. തെളിയിക്കണം. ഞങ്ങൾക്ക് അങ്ങനെ വാദം എങ്ങനെയുണ്ട് നിങ്ങൾ തെളിയിക്കണം. എന്താ അറേബ്യയിൽ ഈ ഒരു രീതി തന്നെ ഉള്ളൂ?
അറേബ്യയിലൊക്കെ അതിന് ആ രീതിയിലുള്ള പണികളുണ്ട്, അതിന് കേന്ദ്രങ്ങളുണ്ട് എന്ന് സക്കരിയ സ്വലാഹി പറഞ്ഞ വാചകം എടുത്തിട്ട് ഇവിടെ പണിക്കരും ഇവിടെ ജോലിസ്യനും ഇവിടെ മുസ്ലിയാരും നടത്തുന്നില്ലേ? അതേപോലത്തെ ജോലിസ്യരും അതേപോലത്തെ മുസ്ലിയാരും അതേപോലത്തെ തെറ്റായ ട്രീറ്റ്മെന്റ് അവിടെ ഉണ്ട്. ഇവിടെ സ്വഹീഹായ ചികിത്സല്ലേ, യഥാർത്ഥ ചികിത്സല്ലേ? ആ ചികിത്സക്ക് നിങ്ങളും പോയിട്ടില്ലേ? അതേ ട്രീറ്റ്മെന്റ് അവിടെയുണ്ട്. അതല്ല അദ്ദേഹം പറഞ്ഞ്. അപ്പൊ നിങ്ങൾക്ക് വഹാബ് സക്കാഫി കൊണ്ടുവന്ന ക്ലിപ്പ് ഇട്ട് തീർന്നെങ്കിൽ ഇനി അറബി ക്ലിപ്പിടും, പിന്നെ ലണ്ടനിലെ ക്ലിപ്പിടും. അതൊക്കെ ജനങ്ങൾക്ക് തിരിയും, അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യും. ഇനി സുഹൃത്തുക്കളെ, ഈ വിഷയത്തിൽ നിങ്ങൾക്ക് നിലപാടുണ്ടോ? ജിന്ന ഇറക്കുമ്പോ കൂടിയാൽ എന്തേ പറയാൻ പറ്റുള്ളൂ? അബ്ദുറഹ്മാൻ സലഫി ആദ്യം പറഞ്ഞു ഉഖ്റുജ അദുവല്ലാന്നേ പറയാൻ പറ്റുള്ളൂ. ഉഖ്റുജ അദുവല്ലാന്നേ ആദ്യം അദ്ദേഹത്തിന്റെ ആദ്യത്തെ വാദത. ഉഖ്റുജ അദുവല്ലാന്നേ പറയാൻ പറ്റുള്ളൂ, വേറൊന്നും പറയാൻ പറ്റൂല. അങ്ങനെ ചികിത്സ ഉണ്ട്. ഉഖ്റുജ അദുവല്ല, അള്ളാന്റെ ശത്രു പുറത്തു പോ. അതൊക്കെ കേട്ടിട്ട് ഇസാഖലി കല്ലിക്കണ്ടി അവിടുന്ന് പോ ഇറങ്ങി എന്ന് എന്താ മീനയിലെ ടെന്റിൽ വെച്ച് ഒരു പെണ്ണിനെ ചികിത്സിച്ച്, അല്ലെ? മിനയിലെ ടെന്റിൽ വെച്ച് ഒരു പെണ്ണിനെ ചികിത്സിച്ച്. അബ്ദുറഹ്മാൻ സലഫി പറയട്ടെ, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ജിന്നിറക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന മിക്ക ആളുകളും ഈ വസ്തുത മനസ്സിലാക്കാത്തവരാണ്, അശ്രദ്ധരാണവർ. അതുകൊണ്ട് ഞാൻ അവരെ ഉപദേശിക്കുന്നു, ഫഅൻസഹുഹും ഇൻ ഇസ്തമറു ഫീ മിഹ്നതിഹിം അല്ലാ യസീദു ഫീ മുഖാതബതിഹിം അലാ ഖൗലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖ്റുജ് അദുവല്ലാഹ് مذكرا لهم بقوله تعالى فليحذر الذين يخالفون عن امره ان تصيبهم فتنه او يصيبهم عذاب اليم والله المستعان ولا حول ولا قوه الا بالله. അവര് ചെയ്യാണെങ്കിൽ ഈ ഒരു വാക്ക് മാത്രമേ അവർ പറയാവൂ, ഉഖ്റുജ് അദുവല്ലാഹ്. അത് നബിന്റെ മുഅ്ജിസാത്തിൽപ്പെട്ടതാണ് ആ സംഭവങ്ങൾ എന്ന് ഇബ്നു അബീ ശൈബ പറഞ്ഞതും അതേപോലെ തന്നെ അൽബാനി തന്നെ നേരത്തെ ഉദ്ധരിച്ചതും ഞാൻ വായിച്ചു കേൾപ്പിച്ചു. ഇനി ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാള് ജിന്നിനോട് പറയുകയാണെങ്കിൽ തന്നെ നബി പറഞ്ഞ അത്രേ പറയാവൂ, ഉഖ്റുജ് അദുവല്ലാഹ്. നബി പറഞ്ഞതിന് മുഴുവൻ ആൾക്ക് പറയാൻ പാടില്ല. വാന റസൂലുള്ളാഹ് എന്നും കൂടി നബി പറഞ്ഞല്ലോ, ഇയാള് റസൂലല്ല. അപ്പൊ പറയുകയാണെങ്കിൽ ഉഖ്റുജ് അദുവല്ലാഹ് എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് മസ്മുക അമുതസവ്വിജ മസ്മുക്കി